morning guys, welcome back to my channel. Kithus Kritik Sanjay. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്താണ് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിലേക്ക് ടാപ്പ് ചെയ്യാൻ ലഭിക്കേണ്ടിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഹൗ ടു മേക്ക് എ ഹൈഡ്രജൻ ബലൂൺ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ബൂം. അപ്പം നമുക്ക് ഇതിനായിട്ട് വേണ്ടുന്ന സാധനം ഒരു ചില്ലും കുപ്പിയാണ്. അതിൻ്റെ അകത്ത് ഏകദേശം വലിയ അളവിനനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഞാനിപ്പോൾ ഇത്ര ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടുന്നത് അലൂമിനിയം ഫോയിലാണ് കേട്ടോ. പിന്നെ കുറച്ച് കല്ലും വേണം. അതെന്തിനാണെന്ന് വെച്ചാൽ അലൂമിനിയം ഫോയിലാണ് നമ്മൾ അലൂമിനിയം ഫോയിലും ഡ്രെയിൻ ക്ലീനറും തമ്മിലുള്ള റിയാക്ഷൻ നടക്കുന്ന സാധനം. അപ്പം നമുക്കിതെല്ലാം ചുട്ടിട്ടൊന്ന് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് കാണിക്കാം. ഞാൻ കുറച്ചൊക്കെ അങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടിയിട്ട് കുറച്ച് മാക്സിമം തന്നെ അലൂമിനിയം ഫോയിലുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി, വേറെ പണിയൊന്നുമില്ല. നമുക്കങ്ങനെ ചുരുട്ടാം കേട്ടോ. ഞാനിവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ചുരുട്ടിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറേയൊക്കെ മടക്കി കഴിഞ്ഞ് കേട്ടോ. ഞാനിത് ഈ ഒറ്റൊന്നും കൂടി മടക്കിയിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. ഈ ഒറ്റൊന്നും കൂടി മടക്കട്ടെ, വെയിറ്റ് ചെയ്യേ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇതെന്തായാലും റിയാക്ഷൻ നടക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഒരിക്കലും ട്രയൽ എടുത്ത് നോക്കിനി. ട്രയൽ നിങ്ങളെ കാണിക്കേണ്ടിയിട്ട് തന്നെ ട്രയൽ എടുത്ത് നോക്കിനി. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഞാൻ മടക്കി. ഇനി ഈ കല്ലൊക്കെ ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നെങ്കിൽ നമ്മൾ റിയാക്ഷൻ നടക്കുമ്പം പൊന്താണ്ടിരിക്കേണ്ടിയിട്ടാണ്. ഈ കല്ല് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അലൂമിനിയം ഫോയിലിൽ മാത്രം ഇടുമ്പം വെള്ളത്തിൻ്റെ മേലെയാണ് നിൽക്കുക. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ചില സമയം തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ലോണം അലൂമിനിയം ഫോയിൽ ഇങ്ങനെ ആക്കിയിട്ടുള്ള കല്ല് തന്നെ വേണം എന്ന് പറയുന്നത്. ഞാൻ എല്ലാം ഇട്ടോട്ടെ. ഇങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെന്തായാലും ആവും മിക്കവാറും. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നമ്മുടെ സക്സസ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇട്ട് കൊടുത്ത് കഴിയാനായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ലാസ്റ്റ് കല്ലും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് ഡ്രെയിൻ ക്ലീനറാണ്. ഇത് കുട്ടികളെ കൈമിലായാലും നിങ്ങൾക്ക് അറിയായിരിക്കും. ഡ്രെയിൻ ക്ലീനർ എന്നും പറയും, പിന്നെ ബ്ലോക്ക് റിമൂവർ എന്ന് പറയും. പൈപ്പിനൊക്കെ ഇങ്ങനെ ബ്ലോക്ക് വരുമ്പോൾ ഇടുന്ന ഇത് നമ്മുടെ പൈപ്പിൻ്റെ വീടുകളെല്ലാം ചോദിച്ചാൽ കിട്ടും കേട്ടോ. 150 റുപ്യാണ് എൻ്റെ നാട്ടിൽ വില. എന്തായാലും വിലയുണ്ടാവും. അപ്പം നമുക്ക് ഞാൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം പൊളിച്ച് നോക്കിനു കേട്ടോ. അതാണ് പിന്നെ കുത്തിയില്ലേ. അപ്പം നമുക്ക് ഇടാം. അതിനുശേഷം ഇപ്പോൾ എൻ്റെ അമ്മയാണ് കേട്ടോ ഡ്രെയിൻ ക്ലീനർ ഇട്ടിരുന്നത്. നമുക്ക് ഇതേപോലെ ഇടുന്നതാണ് എളുപ്പം. ചില ആൾക്കാർ ബലൂണിൽ തന്നെ നിറച്ച് അപ്പാണ് ഇടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇടുന്നതാണ് നമുക്കെല്ലാം എളുപ്പം. അപ്പോൾ കുറച്ച് നല്ലോണം തന്നെ ഇടണം കേട്ടോ. റിയാക്ഷൻ ഒക്കെ ഉണ്ടാവും. ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ബലൂൺ ഇതാ ഇവിടെ സെറ്റാണ്. ഇവിടെ റിയാക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ഇടുന്നുണ്ട് കേട്ടോ. ഇത് കയ്യിൽ നമ്മുടെ കുട്ടികളെ കൈ സ്കിന്നെല്ലാം നല്ല കുഞ്ഞല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കൈക്കൊക്കെ ഡേഞ്ചറാണ് കേട്ടോ. കൈക്കാക്കിയാൽ പൊള്ളും. അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഇട്ടിരുന്നത്. അമ്മേൻ്റെ കൈക്ക് ആയിന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അടുത്ത ബലൂൺ ആക്കുന്നതാണ്. ഇപ്പോൾ ഗൈസ്, മറ്റേന് ഹോളുള്ളതുകൊണ്ട് എൻ്റെ അമ്മ മാറ്റി തരുന്നുണ്ട്. മറ്റേന് ചെറുങ്ങനെ ഹോളുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ റീൽ നൂല് വെച്ചിട്ട് ഇതിൻ്റെ തറ്റം കെട്ടണം കേട്ടോ. എന്നെങ്കിൽ അത് ടൈറ്റായിട്ട് ആടുന്ന എയർ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ വെട്ടുന്നത്. നമുക്ക് കാണാം കേട്ടോ. ഇത് കൈക്കായാലാണ് ഡേഞ്ചർ. എൻ്റെ കൈക്കായില്ല ഭാഗ്യത്തിന്. പൊള്ളും കേട്ടോ, നല്ലോണം പൊള്ളും. അത് കൈക്കായ അവർക്കേ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ട്രൈ അടിച്ച് നോക്കിന്.
അപ്പം എൻ്റെ ചുണ്ടിനായിട്ട് നല്ലൊരു നീറലുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇതിൻ്റെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ നായിക്കൊണ്ട് നിൽക്കുകയാണ്. ഹായ്, നല്ല സോഫ്റ്റ്. അപ്പം നമ്മുടെ റിയാക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ആദ്യം. എന്ന് വെച്ചാൽ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമേ. എൻ്റെ അടുത്ത് ഞാൻ ആദ്യം ട്രൈ അടിച്ച സമയത്ത് ശരിക്കും നടന്നില്ല ഗൈസ്. നമ്മുടെ റിയാക്ഷൻ നോക്കൂ. പിന്നെ നമ്മൾ ചില്ലിൻ്റെ കുപ്പി എന്തിനാണ് എടുക്കാൻ പറഞ്ഞത് എന്ന് വിചാരിച്ചാൽ, ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് വരും. അപ്പം ആ ഹീറ്റ് നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ആകുമ്പോൾ ഉരുകിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളോട് ചില്ലിൻ്റെ കുപ്പി വേണമെന്ന്. അപ്പം ഇപ്പോൾ അത്യാവശ്യം ചൂട് വന്നിട്ടുണ്ട് ഈ കുപ്പിക്ക്. ഇതിങ്ങനെ വണ്ണം വെക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും നടന്നിട്ടുണ്ടെന്ന് എന്നോട് പറയണം. ആ ടൈം കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ എനിക്ക് മറ്റേ നമ്മുടെ വേസ്റ്റ് ഇടുന്ന ടാങ്കിൻ്റെ ഇത് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഗപ്പീനെ ഇട്ടിട്ട് നല്ലോണം പ്രസവിച്ച് പെരുകി നല്ല രസമുണ്ട്. പിന്നെ ഈ ചെടിയും ഞാൻ ഇട്ടു. ഇത് അത്യാവശ്യം കുഞ്ഞുങ്ങളാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒരു കുഞ്ഞിനെ കണ്ടോ. കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അടുത്തുണ്ടായ കുറച്ച് മറ്റേ കറുത്ത പോലത്തെ കല്ല് കണ്ടോ അവിടെ, ആ കല്ല് ഞാൻ ഇട്ടു. അത് ആടുന്ന റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ ടൈമോട് നമുക്ക് ഇങ്ങനത്തെ ഓരോന്ന് കാണിക്കാമല്ലോ. കുഞ്ഞു കുഞ്ഞിനെ കണ്ടോ, എൻ്റെ കൈ വെച്ചെടുത്തിട്ടുണ്ടേനു. പിന്നെ നമ്മുടെ വൈദ്യുതി കാഴ്ച എന്തോ ഒരു രോഗം വരുന്നുണ്ട് ഇതിന്. ആക്ച്വലി ഞാൻ വിത്ത് എടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പം ഇവിടെ ഒരു പൂവിടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റിയാക്ഷൻ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. വീട്ടിൽ വരുന്നുണ്ട് ആക്ച്വലി. നല്ല സുഖം. വെയിറ്റ് ചെയ്യാം ഗൈസ്, വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇത് വീണ്ടും എടുക്കണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ പിന്നിട്ടാൽ മതി. ആ പിന്നെ ഇവിടെ വീട് പോയി ഗൈസ്, കാണുന്നില്ല. അവിടെയുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തതിന് ശേഷം ഇട്ടോളും. പിന്നെ ഞാൻ ഇത് ആക്ച്വലി 4 വട്ടമാണ് ഈ ബലൂൺ ആക്കാൻ നോക്കിയത്. ആദ്യത്തോട്ടം പരിശ്രമിച്ചിട്ടായിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആക്കുന്ന ടൈമിൽ ആയിട്ടില്ല. രണ്ടാമതാക്കുമ്പോൾ കുറച്ച് മണ്ണു. അത് മറ്റേ ബലൂണായിരുന്നു കേട്ടോ. ഇതിനെക്കാട്ട് മണ്ണുള്ള ഏറ്റവും മണ്ണുള്ള ബലൂണ്. അപ്പം അത് തീരെ ആവില്ല. അപ്പം ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം എന്നിട്ട് ഞാൻ വീണ്ടും ഒരു ട്രൈ അടിച്ചു ഈ ബലൂണിനെ കൊണ്ട്. എന്നേരം ശരിക്കും നടന്നു. അത് ഞാൻ പറയാണ്ട് പെട്ടെന്ന് എടുത്ത് വീഡിയോ എടുത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അല്ല ആ വീഡിയോയിൽ നിങ്ങൾക്ക് പറക്കുന്നതൊക്കെ കാണിച്ചു തരായിരുന്നു. ഇത് മിക്കവാറും ആവുന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക്. എൻ്റെ ഒരു വാക്കാണ്, ആയിരിക്കും. അപ്പം ഇത് അധികം താഴോട്ടായോണ്ട് പ്രശ്നം. റിയാക്ഷൻ ഇവിടെ നിന്ന് നടക്കുന്നുണ്ട്. ചൂട് ചെറുങ്ങനെ വരുന്നുണ്ട്. അപ്പം ഫ്രണ്ട്സ്, ആവുന്നുണ്ട്. ഇത് ആക്ച്വലി താത്തിയിട്ടോണ്ടാണ് എനിക്ക് പ്രശ്നവും. ഈ ബലൂൺ വണ്ണം വയ്ക്കൂല. നമുക്കൊന്ന് നോക്കിയാലോ ഗൈസ്. അതെന്ന് വെച്ചാൽ ഈ ബലൂൺ വണ്ണം വെക്കുമോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഇത്രയും താത്തിയിട്ടിന്. ഇവിടെയാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി വണ്ണം വെക്കുമല്ലോ. ഇത് ഇത്രയും താത്തിയിന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റിയാക്ഷൻ ഇപ്പം ഏകദേശം ഇത്രയായിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം ആയാൽ മാത്രമേ ഇത് പറക്കൂ കേട്ടോ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറത്തി വിട്ടത്. അത് ഞാൻ പറത്തി വിട്ടില്ല. അങ്ങനെ എൻ്റെ പന്തലിൻ്റെ മേലെ ഞാൻ കെട്ടിയിടുവായിരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ കാറ്റ് ചെറുങ്ങനെ ഏകദേശം ഈ ഒരു ലെവലെത്തുമ്പോൾ തന്നെ നിലത്തെ വിട്ട് വീഴുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ മണ്ണം വെപ്പിക്കാൻ എന്ന് പറയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം.
പെട്ടെന്ന് കിട്ടിയൊരു ഗപ്പിയാണിത്. കാണുന്നുണ്ടോ? എവിടെ? ഇതാ അവിടുന്ന് ഓടുന്ന ഒരു സാധനം. എങ്ങനെയുണ്ട്? കയ്യിൽ തീറ്റ വന്ന് വാങ്ങിക്കും കേട്ടോ ഈ ഗപ്പി. ഞാൻ ചെറുപ്പത്തിലേ അങ്ങനെ ശീലിപ്പിച്ചിന്. അതുകൊണ്ടിപ്പോൾ കൈമേൽ വന്നിട്ടാണ് തീറ്റ വാങ്ങിക്കുക. ഞാൻ ഇടയ്ക്കൊക്കെ തീറ്റ ഇട്ട് കൊടുക്കുമ്പം ഇങ്ങനെ വന്നിട്ട് കഴിക്കും. ഈ വിശ്വാസം കൊടുക്കുന്നു. കുറച്ചും കൂടി വെള്ളം കൂട്ടും. നല്ല രസമില്ലേ കാണാൻ? കുറേ ഉണ്ട് കേട്ടോ. വെറൈറ്റി കളറൊക്കെ ഉണ്ട്. കറുപ്പും മഞ്ഞെല്ലാം ഉണ്ട് കേട്ടോ. ഇതാ അവിടെ നിന്ന് അതാ ഓടുന്നു. അതാ കറുപ്പും വെള്ളയും മഞ്ഞയും. അപ്പം നമുക്കിതിന് ഒരു കാര്യം ചെയ്യാം. ഇതിലേക്ക് ഇടാം. ഇവിടുന്ന് കൂടി പോകുമ്പോൾ പോട്ടെ. നമുക്ക് ഇതിലോട്ടുണ്ട്. അതോട് പോയി. നമുക്ക് ഞാൻ കറുപ്പിനെ കിട്ടിയാൽ വിളിക്കാം. അവിടുന്ന് റിയാക്ഷൻ നോക്കുമോ നിങ്ങൾ? നമ്മുടെ കോഴി പിള്ളാസൊക്കെ ഇവിടെയുണ്ട്. ഞാൻ ആ പൂവിൻ്റെ അപ്പുറത്ത് കണ്ടോ? ഇതിനെ ഞാൻ പേരിട്ടിന്. ഇതിൻ്റെ പേര് കൊക്കച്ചി എന്നാണ്. ഞാൻ ഇത് മിന്നു, മിട്ടു, റോണി, സിന്നു. പൂവിൻ്റെ പേര് റിന്നു എന്നാണ് കേട്ടോ. പിന്നെ കുറച്ച് കോഴിക്കും കൂടി പേരിടാണ്ട്. നിങ്ങൾ വേണ്ടിക്ക് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ അതിൻ്റെ പേരിടും. കൊക്കച്ചിയാണ് കേട്ടോ. അതാ അവിടെ കറുപ്പും ആ ബേസിൻ്റെ അടുത്തുള്ള. നിങ്ങൾ അവിടെയല്ല കേട്ടോ, ഇതാ അവിടെ. അതാ അവിടെ ഒരു രാമൻ പോയി നിൽക്കുന്നുണ്ടോ? അതിൻ്റെ അപ്പുറത്ത് ഉള്ള അതാ അടുത്ത് നിന്ന്. നമ്മുടെ ബലൂണ് പൊട്ടിയോന്ന് തന്നെ അറിയില്ല. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞെടുക്കാം. അവിടെ നല്ല കോഴി മതിലുമൊക്കെ കയറാൻ നോക്കുന്നു. കുറേ വട്ടം മതിലുമെന്ന് തുള്ളി. അപ്പോൾ ഗൈസ് ഏകദേശമൊക്കെ കറുത്തു. കുപ്പിക്ക് ഹീറ്റ് വന്നു. നിങ്ങൾക്ക് തൊട്ട് നോക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഇപ്പം വണ്ണം വെച്ചില്ലേ ബലൂൺ? നമുക്കൊന്ന് കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്താലോ. നമ്മുടെ ഒരു റെയിലിംഗ് കൊണ്ട് എടുത്തിട്ടുണ്ട്. ടൈറ്റ് ആക്കിട്ടേ നമുക്ക് കെട്ടാം. അപ്പം ഞാൻ കെട്ടിയിട്ടാണേ. ആടുന്ന് വീണ്ടും റിയാക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ് ഞാൻ കെട്ടീനായിരുന്നു. അപ്പോഴൊക്കെ അത് അവിടുന്ന് പൊട്ടാനായിട്ടുണ്ട്. എൻ്റെ മനസ്സ് അവിടുന്ന് കഴിഞ്ഞ് വരുന്നുണ്ട്. പൊട്ടിയാൽ കഴിഞ്ഞില്ലേ ഗൈസ്? കഥ കഴിഞ്ഞില്ലേ? അവിടുന്ന് കഴിക്ക്, എങ്ങനെയെങ്കിലും കഴിക്കാം. ഇവിടുന്ന് പൊന്തി സ്പൂട്ടിൽ തന്നെ ഞാൻ നൂല് പിടിച്ച് വെക്കട്ടെ. ഇപ്പം നൂല് അത്യാവശ്യം ലൂസാക്കിന് കേട്ടോ. പറക്കുമ്പം കയ്യോ നോക്കാം. കണ്ടോ? ബലൂണിനുള്ളിലൊരു ബലൂൺ. ഇത്രയും വേറായിരുന്നു. അതിനകത്ത് റിയാക്ഷൻ നോക്കൂ ഗൈസ്. ഇപ്പം മര്യാദയ്ക്ക് നടക്കുന്നു. അപ്പം നമുക്ക് മെല്ലെ കഴിച്ചെടുക്കാം. നൂലില്ലേ? അതേ ഉണ്ട്. അമ്മ കഴിക്കമ്മ. കഴിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഗൈസ് പിടിക്കൂ ഗൈസ്. എന്നെ നോക്കൂ ഗൈസ്. ഗൈസ് നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഹാക്ക് ഈസ് സക്സസ്ഫുള്ളി. അപ്പം നമുക്ക് നൂല് നൈസായിട്ട് കുറേ മേലോട്ട് പോട്ടെ. എൻ്റെ സന്തോഷം ഇതാവുന്നു. കളിച്ചിരിക്കാം ഹൈഡ്രജൻ ബലൂൺ. അങ്ങനെ വർത്തി വിടാം. അയ്യോ ഗൈസ് വിട്ടു ഗൈസ് ഞാൻ. അപ്പോട്ടെ, നല്ല രസമുണ്ട് കാണാൻ ഗൈസ്. നോക്കൂ ഗൈസ്.
ഗൈസ് അത് പോയി ഗൈസ്. അത് അങ്ങ് പോന്ന ഗൈസ്. അതാ പച്ച കളർ അവിടുന്ന്. അതാ ഓടുന്നു. സൂം ചെയ്യൂ ക്യാമറമാൻ. അതാ അതാ അത് ഏതെങ്കിലും ഒരു പക്ഷി ഇപ്പം കൊത്തും. അങ്ങനെ പോന്നു. എൻ്റെ അടുത്ത് ഞാൻ താഴത്തേക്ക് നോക്കിയില്ല ഗൈസ്. ആക്ച്വലി ഗൈസ് ദുഃഖിതനാണ് ഞാൻ എന്നെ തന്നെ അടിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ നൂല് പോയത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അയ്യോ ഗായ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ, വിട്ടുപോയി ഗായ്സ് എന്ന് പറഞ്ഞ്. ഇത് ഇവിടെ നിലത്ത് വീണു. ഇത് ഇവിടെ എത്തിന് ഏകദേശം ഇവിടെ. പിന്നെ എനിക്ക് തുള്ളി പിടിക്കാൻ മറന്നുപോയി. പിന്നെ ക്യാമറമാൻ വീഡിയോ എടുക്കുന്ന കണ്ടരം ഞാൻ പറന്നു പോയി ഗായ്സ് എന്ന് പറഞ്ഞു പോയി. എനക്ക് തന്നെ ഇപ്പോൾ സങ്കടമാകുന്നു. എത്ര മണിക്കൂർ എനിക്ക് ഞാൻ ചുമ്മാ ഇത് വെച്ചിട്ടുണ്ട്. റിയാക്ഷൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല. ആവുന്നുണ്ടാവട്ടെ എന്നല്ലാണ്ട് അത് അവിടെ നിന്ന് പോയിട്ട് അത് എവിടെ എത്തിയിട്ടുണ്ടാവും. അത്രക്കും സങ്കടമായി. ഞാൻ രണ്ടാമത്തെ ടൈം ഹൈഡ്രജൻ ബലൂൺ ആക്കുന്നു. ഞാൻ ഹൈഡ്രജൻ ബലൂണേന്ന് വിളിച്ചു നോക്കുമ്പോൾ പോലെ ഒന്നുമില്ല. നൂലടക്കം പോയി ഗൈസ്. എവിടെയെങ്കിലും കുടുങ്ങിപ്പോവതേ പാവം. അതാ സങ്കടം. കുടുങ്ങാണ്ട് അത് നല്ല ഇഷ്ടത്തിന് അത് എവിടെയും പറഞ്ഞു നടത്തില്ല. എനിക്ക് സങ്കടമില്ലേ സാരണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.